പലമാതിരി പാടിക്കേട്ടു പോന്നിട്ടുള്ളൊരു നാടൻ പാട്ട് പാടി തുടങ്ങാം എന്ന് തോന്നുന്നു. പലയിടങ്ങളിലും ഈ പാട്ട് പലമാതിരി പാടുന്ന അനുഭവമുണ്ട്. വെള്ളാരത്തും വീട്ടിൽ വെളുത്തേടത്തും വീട്ടിൽ വെള്ളരി പറ്റതു വെള്ളക്കാരി, കാര്യക്കാരി അവൾ വീര്യക്കാരി, അവൾ തേടിക്കൊണ്ടിരണ്ടു ചീര നട്ടേ. കൊച്ചിയിൽ മുളപ്പിച്ചു കൊടുങ്ങല്ലൂർ വേരോടി, ഇവിടെ മുളച്ചതു ചെഞ്ചീര. ചെഞ്ചീര പറിക്കാനായി ഞാൻ അവിടെ ചെന്നപ്പം നിന്നതു നീലവഴുതനങ്ങ. പറിച്ചപ്പം കോവയ്ക്ക, അരിഞ്ഞപ്പം വെണ്ടയ്ക്ക, കൊത്തിപ്പറിച്ചപ്പം കൊത്തച്ചക്ക. എന്തായിരിക്കും, എന്താണ് ഈ നാടൻ പാട്ടിൻ്റെ പ്രത്യേകത? നോക്കൂ, കൊച്ചിയിൽ മുളപ്പിച്ചു കൊടുങ്ങല്ലൂർ വേരോടി. എന്തായിരിക്കും അത്? പറയുന്ന കാര്യങ്ങൾക്ക് എന്തില്ല, എന്താ ചേർച്ചയില്ല എന്നുള്ളതാണ് അല്ലേ? ചെഞ്ചീര പറിക്കാനായി ഞാൻ അവിടെ ചെന്നപ്പം, ചീര മുളപ്പിച്ചിട്ട് പറിക്കാനായിട്ട് ഞാനവിടെ ചെന്നപ്പം നിന്നതു നീലവഴുതനങ്ങ. പറിച്ചപ്പം കോവയ്ക്ക, അരിഞ്ഞപ്പം വെണ്ടയ്ക്ക. ചേർച്ചയേ ഇല്ല, ചേർച്ചക്കേട് ഇതാണ്. അല്ലെങ്കിൽ സംബന്ധമില്ല എന്ന് പറയാം, ബന്ധമില്ല എന്ന് പറയാം. ഇപ്പൊ സംബന്ധമില്ലാത്തത് എന്തായിരിക്കും? ഇത്തരം നാടൻ പാട്ടുകളെ ഏത് കവിതയുടെ കൂട്ടത്തിൽ പെടുത്താം? സംബന്ധ കവിത അല്ല, അസംബന്ധ കവിത നമുക്ക് പറയാം. അസംബന്ധ കവിതകൾ, അങ്ങനെ നമുക്ക് ഈ കവിതയെ പറയാം, ഈ നാടൻ പാട്ടിനെ പറയാം. അസംബന്ധ കവിതകൾ. വല്യാനക്കോട്ട വിഴുങ്ങിയ കുഞ്ഞുറുമ്പോ ഇന്ത തകൃത മുല്ലൈ. സംബന്ധമാണ്. വലിയൊരു ആനക്കോട്ട ഒരിക്കലും ഒരു ഉറുമ്പിന് വിഴുങ്ങാൻ പറ്റില്ല. അസംബന്ധമാണ് പറയുന്നത്, ചേർച്ചയില്ലാത്തതാണ് പറയുന്നത്. ഉപ്പും ചീരട്ടയ്ക്ക് പല്ലു വന്നു, സംബന്ധം. വെള്ളാരങ്കല്ലിന് മീശ വന്നു, കല്ലിന് മീശ വരുന്നു. കൊച്ചി രാജാവിന്റെ മച്ചിൻ പുറത്ത് പച്ചമീൻ കച്ചവടം പൂച്ച ചെയ്തേ. എന്നെങ്കിലും സംഭവിക്കുന്ന കാര്യമാണോ? കൊച്ചി രാജാവിന്റെ മച്ചിൻപുറത്ത് കയറിയിട്ട് ഒരു പൂച്ച പച്ചമീൻ കച്ചവടം നടത്തുന്നു. അപ്പോൾ അസംബന്ധമാണിത്, അസംബന്ധമാണ്. അത്തരം കവിതയുടെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. പക്ഷെ അസംബന്ധം മാത്രമാണ് ഇവിടെയുള്ളത്. മറ്റൊന്നു കൂടി ഇതിനകത്തുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം നിങ്ങളോട് തന്നെ ചോദിച്ചേ, കൊച്ചിയിൽ മുളപ്പിച്ചത് കൊടുങ്ങല്ലൂർ വേരോടുമോ? കൊച്ചിയും കൊടുങ്ങല്ലൂരും തമ്മിൽ എത്ര അകലുണ്ട് അല്ലേ? ചെഞ്ചീര കൊച്ചിയിൽ മുളപ്പിച്ചു, അത് വേരോടിയത് കൊടുങ്ങല്ലൂരാണ്. അതിനെന്തില്ല? ആ പറയുന്നതിനകത്ത് എന്തില്ല? ഇംഗ്ലീഷിൽ എന്തില്ല? എന്തല്ല? ലോജിക്കില്ല, യുക്തിയില്ല. കൊച്ചി രാജാവിന്റെ മച്ചിൻപുറത്ത് പച്ചമീൻ കച്ചവടം പൂച്ച ചെയ്തു എന്ന് പറയുന്നതിന് എന്തില്ല? ലോജിക്കില്ല. അസംബന്ധം മാത്രമല്ല, എന്തുകൂടിയില്ല ഇവിടെ? യുക്തിയില്ല. ഈ പറയുന്നതിനൊന്നും യുക്തിയില്ല. അപ്പൊ അതിനെ നമുക്ക് അയുക്തി എന്ന് പറയാം. അയുക്തി. ഈ പറഞ്ഞ പാട്ടുകൾക്കകത്തെല്ലാം അസംബന്ധം പ്ലസ് അയുക്തി, അസംബന്ധവും അയുക്തിയും നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെയുള്ള കുറേ പാട്ടുകളുടെ, ഇപ്പം ഞാൻ കുറേ പാട്ടുകൾ പരിചയപ്പെടുത്തി. ഇത്തരം നാടൻ പാട്ടുകളുടെ ഒരു പാരമ്പര്യം, അസംബന്ധം പറയുന്ന അല്ലെങ്കിൽ അയുക്തി പറയുന്ന, കായംകുളങ്കാള പറ്റണീറ്റ്, പിന്നെ കന്നേറ്റിപ്പാലം വയസ്സെറിഞ്ഞ്, ഗോപുരം തിങ്ങി രണ്ടീച്ചകത്ത്, ഇത്രയോ പാട്ടുകളുണ്ട്. അസംബന്ധവും അയുക്തിയും നിറഞ്ഞു നിൽക്കുന്ന നാടൻ പാട്ടുകളുടെ പാരമ്പര്യം. ഇത്തരം ഒരു പാരമ്പര്യം പങ്കുപറ്റുന്ന
കവിതകളിൽ ഒന്നാണ് ആധുനിക കവികളിൽ ശ്രദ്ധേയനായ ചെറിയാൻ കെ ചെറിയാൻ രചിച്ച തേങ്ങ എന്ന കവിത. അതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ കവിത ഈ അസംബന്ധ അയുക്തി നാടൻപാട്ട് പാരമ്പര്യം പങ്കുപറ്റുന്ന കവിതകളിൽ ഒന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കവിത ഒന്ന് ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തുള്ള ഈ അയുക്തിയും അസംബന്ധവും ഒക്കെ ആ കേൾവിയിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത്ര ലളിതമാണ് ഈ കവിത. അപ്പോൾ ആ കവിത ഒന്ന് ശ്രദ്ധിക്കുക. തേങ്ങ, ചെറിയാൻ കെ ചെറിയാൻ. കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ തെങ്ങിൻ ചോട്ടിലിരുന്ന് മുറുക്കുകയായിരുന്നു. പൊടുന്നനെ ഒരു പെരുന്തൻ തേങ്ങ ഞെടുപ്പറ്റ് താഴേക്ക് പോന്നു. അയൽക്കാരൻ പാലുശ്ശേരിൽ നാരായണപിള്ള കാഴ്ച കണ്ട് മേലുധരിച്ചു നിന്നുപോയി. തേങ്ങ ഉച്ചയ്ക്ക് തന്നെ വീണു. ദേവസ്യ പിന്നിലേക്ക് മലർക്കെ മരിച്ചെന്ന് തന്നെ നാരായണപിള്ള കൽപ്പിച്ചു. അത്ഭുതമെന്നേ പറയേണ്ടു. ദേവസ്യക്കല്ല, പറ്റിയത് തേങ്ങയ്ക്കായിരുന്നു. അത് നാരോട പൊട്ടിക്കീറി അടുത്തുള്ള കുളത്തിൽ തെറിച്ചു വീണു. ഓടിയെത്തിയ നാരായണപിള്ളയെ കാണേ ചിരിക്കാനാണ് തോന്നിയത്. ഇത്ര പെരുത്തോരു തേങ്ങ ഇത്ര പൊക്കത്തിൽ നിന്ന് വീണിട്ടും താൻ മരിച്ചില്ലല്ലോ എന്നോർത്ത് ദേവസ്യക്ക് ചിരി അടങ്ങാതെ പോയി. നാരായണപിള്ളയെ നോക്കി അയാൾ ചിരിച്ചു. കുളത്തിൽ നോക്കി ചിരിച്ചു. തെങ്ങിൻ മണ്ടയുടെ നേർക്ക് കുടുകുടേ ചിരിച്ചു. മലർന്നു കിടന്നു ചിരിച്ചു. പള്ളയ്ക്ക് കൈചേർത്തു ചിരിച്ചു. എന്തിന്? ചിരിച്ച് ചിരി അടക്കാനാവാതെ കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ ഒടുവിൽ ശ്വാസം മുട്ടി മരിച്ചു. ഗുണപാഠം: തലയിൽ തേങ്ങ വീണാൽ ചിരിക്കരുത്. ഇതാണ് കവിത. എന്താണ് ഇവിടെ ഈ കവിതയിൽ സംഭവിച്ചത്? അല്ലെങ്കിൽ ഈ കവിത അവസാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിരി വരുന്നുണ്ട്. നമ്മളെ ചിരിപ്പിച്ചത് എന്താണ്? എങ്ങനെയാണ് ഈ കവിതയിൽ ചിരി ഉണർന്നു വന്നത്? വെറുതെ ഇങ്ങനെ നമുക്ക് നോക്കാം. കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ എന്നയാള് ജീവിതം ആസ്വദിക്കുന്ന ഒരാളാണ്. അയാൾ തെങ്ങിൻ ചോട്ടിലിരുന്ന് നാട്ടുമ്പുറമാണ്, മുറുക്കുകയാണ്, ആസ്വദിച്ച് മുറുക്കുകയാണ്. അപ്പോഴാണ് അങ്ങ് ഉയരത്തിൽ നിന്ന് ഒരു തേങ്ങ അയാളുടെ ഉച്ചിയിലേക്ക് വീഴുന്നത്. ആ തേങ്ങ കൊണ്ട തലയല്ല പൊട്ടിത്തകർന്നത്, തേങ്ങയാണ് പൊട്ടിത്തകർന്നത്. നോക്കൂ, ഇതാണ് ആദ്യത്തെ. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യം ഇതിനകത്തുണ്ട്. എന്താണ്? അസംബന്ധവുമുണ്ട്, എന്നെന്താണ്, അയുക്തിയുമുണ്ട്. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല, ചേർച്ചയില്ല. തേങ്ങ കൊണ്ട തലയല്ല, തേങ്ങയാണ് പൊട്ടിത്തകർന്നത്. ഇത് അസംബന്ധവും അയുക്തിയുമാണ്. ഇനി നോക്കൂ, കുഴപ്പത്തിലായത് ദേവസ്യല്ല എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ആരാണ്? മറ്റുള്ളവരുടെ ജീവിതം നിരീക്ഷിച്ചു നിന്ന ഒരാളുണ്ടല്ലോ, ഇതെല്ലാം കണ്ടു നിന്ന ആൾ, നാരായണപിള്ള. അയാളാണ് മേല് ധരിച്ചത്. അയാളാണ് ശരിക്കും കുഴപ്പത്തിലായത്. അപ്പം ദേവസ്യ നോക്കുമ്പോൾ നാരായണപിള്ളയെയാണ് കാണുന്നത്, പിന്നെ പൊട്ടിച്ചെറിഞ്ഞ് കിടക്കുന്ന തേങ്ങയും കാണുന്നു. അപ്പം ശരിക്കും തനിക്കൊരു ദുരന്തം സംഭവിക്കാത്തതിൽ അന്തം വിട്ടു നിൽക്കുന്ന നാരായണപിള്ളയെ കണ്ട ദേവസ്യ ചിരിക്കാൻ തുടങ്ങുകയാണ്. അതാണ് ദേവസ്യ ചിരിക്കാൻ തുടങ്ങിയത്. ആ ചിരി തന്നെ പല മാതിരി ചിരിക്കുന്നു എന്നാണ് അല്ലെ. കുടുകുടാ ചിരിച്ചു, കുളത്തിൽ നോക്കി ചിരിച്ചു, ഇങ്ങനെ പല മാതിരി ചിരിക്കുകയാണ് ദേവസ്യ. ശരിക്കും ഒടുക്കത്തെ ചിരിയായിരുന്നു അത്. ചിരിച്ച് അവസാനം ദേവസ്യ ശ്വാസം മുട്ടി ചിരിച്ച് മരിക്കുന്നു. ചിരിച്ച് ഒരാൾ മരിക്കുന്നു. അവിടെയും നേരത്തെ പറഞ്ഞ രണ്ട് കാര്യവും കടന്നു വരുന്നുണ്ട്. എന്തൊക്കെയാണ്? അസംബന്ധവും അയുക്തിയും കടന്നു വരുന്നുണ്ട്. അപ്പം നമ്മളും ചിരിക്കുന്നത് ഈ അസംബന്ധവും അയുക്തിയും ഈ കവിതയ്ക്കകത്ത് ചേർത്ത് വെച്ചതിനാലാണ് നമ്മളും ചിരിക്കുന്നത്.
അതായത് തേങ്ങ വീണ് മരിക്കാത്തത്, യാതൊരു അപകടവും വരാത്തത്, ഒപ്പം ചിരിച്ചു മരിച്ചത്, ഇതൊന്നും എന്തിന് നിരക്കുന്നതല്ല? സാമാന്യ ബോധത്തിന് നിരക്കുന്നതല്ല, യുക്തിക്ക് നിരക്കുന്നതല്ല. ഇതാണ്, യുക്തിക്ക് നിരക്കുന്നതല്ല. അവിടെയാണ് നമ്മുടെ ഉള്ളിൽ ചിരി പൊട്ടുന്നത്. രണ്ടായിട്ട് ഇനി അടുക്കി പറയാം. ഒന്ന്, മരിക്കേണ്ട സന്ദർഭത്തിൽ ദേവസ്യ രക്ഷപ്പെടുന്നു. രണ്ട്, രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷത്തിൽ ദേവസ്യ മരിക്കുന്നു. ഇതാ, ഇത് രണ്ടും നോക്കുക നിങ്ങൾ. മരിക്കേണ്ട സന്ദർഭത്തിൽ ദേവസ്യ രക്ഷപ്പെടുന്നു, രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷത്തിൽ ദേവസ്യ മരിക്കുന്നു. രണ്ടും നോക്കുക. സത്യപ്രസ്താവനകളാണോ ഇത്? അതോ സത്യത്തിന് വിപരീതമായുള്ള പ്രസ്താവനകളാണോ? ശരിക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന സത്യങ്ങൾക്ക് വിപരീതമാണിത് നമുക്കറിയാം. ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ലത്. അപ്പം ജീവിത സത്യത്തിന് വിപരീതമായുള്ള പ്രസ്താവനകളാണിത്. അപ്പം ഇത്തരം പ്രസ്താവനകൾ കടന്നു വരുന്ന കവിതകളെ നമ്മൾ ഐറണി എന്ന് വിളിക്കാറുണ്ട്. ഐറണി. അപ്പം ഐറണിയിൽ പെടുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു അസംബന്ധ കവിതയാണ്, അയുക്തിയുടെ കവിതയാണ്. ഒപ്പം തന്നെ ഐറണി എന്ന് പറഞ്ഞാൽ നമുക്ക് വിരുദ്ധോക്തി എന്നൊക്കെ പറയാം. വിരുദ്ധോക്തി എന്നൊക്കെ പറയാം. അപ്പം തേങ്ങ എന്നുള്ള കവിത അസംബന്ധമാണ്, അയുക്തിയാണ്, ഐറണിയിൽ പെടുന്നു. ഐറണി എന്ന് പറഞ്ഞാൽ സത്യത്തിന് വിപരീതമായുള്ള പ്രസ്താവനകൾ കവിതയിൽ കടന്നു വരിക. ഇതാണ് ഐറണി. ഇനി ശരിക്കും ഇവിടെ നടന്നതെന്താണ്? നടന്ന എത്രയേ ഉള്ളൂ. ഒരാൾക്ക് വന്നു പിണഞ്ഞ ആപത്ത് മൂലം അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? വന്നു പിണഞ്ഞ ആപത്ത് എന്തായിരുന്നു? ഇവിടെ തേങ്ങ വീളിൽ നിന്ന് താഴോട്ട് വീഴി. എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. അതായത് ആപത്ത് ഇവിടെ ഒന്നുമല്ലാതായി മാറുന്നു. എന്നാൽ ചിരിയോ? ചിരി സന്തോഷമല്ലേ, ആപത്തല്ലല്ലോ. ചിരി മൂലം മരിക്കുന്നു. നോക്കൂ, ജീവിതത്തിൻ്റെ സ്വാഭാവികതയിൽ നമുക്ക് ഇത് മനസ്സിലാവത്തേയില്ല. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം, ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് ചെറിയാൻ പറഞ്ഞു വയ്ക്കുന്നത്. ജീവിതം നമ്മൾ വ്യാഖ്യാനിക്കുന്ന പോലെ ആവണമെന്നില്ല. നമ്മുടെ സ്ഥിര വ്യാഖ്യാനത്തിന് അത് വഴങ്ങണമെന്നില്ല. ജീവിതം പലപ്പോഴും ഒരു കെട്ടുകഥയേക്കാൾ വിചിത്രമായി തീരാം. നമ്മുടെ യുക്തികൾക്ക്, നമ്മുടെ വിചാരങ്ങൾക്ക് ഒക്കെ അപ്പുറം അത് ചില സന്ദർഭത്തിൽ പോകും എന്നാണ് ഈ കവിത നമ്മളോട് പറയുന്നത്. ജീവിതത്തിനെ നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒന്നല്ല ജീവിതമെന്നും. അങ്ങനെയാണെങ്കിൽ അല്ലേ, നേരത്തെ തിരിച്ചു വരണം, ഇങ്ങനെ വരണം. ആപത്ത് മൂലം അപകടം സംഭവിക്കേണ്ട. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. ഒരു ആപത്തുമില്ലാത്ത ചിരി എന്നുള്ള സന്തോഷം മൂലമാണ് അപകടം വരുന്നത്. അപ്പം ജീവിതത്തെ ഈ കവിതയ്ക്കകത്ത് നമ്മൾ പഠിക്കുന്നൊരു പാഠമാണ്. ജീവിതം എന്ന് പറയുന്നത് കെട്ടുകഥയേക്കാൾ വിചിത്രമാണ്, യുക്തിക്കും വിചാരത്തിനും അപ്പുറമാണ് ജീവിതത്തിലെ സംഭവ വികാസങ്ങൾ. മറ്റൊന്ന്, ഈ കവിതയ്ക്ക് ഒരു ഗുണപാഠമുണ്ടെന്ന് നാം ഓർക്കണം. ആ ഗുണപാഠം വളരെ രസകരമായ ഗുണപാഠമാണ്. തലയിൽ തേങ്ങ വീണാൽ ചിരിക്കരുത്. എന്താവും ഇതിൻ്റെ അർത്ഥം? ദേവസി മരിച്ചത് തേങ്ങ വീണിട്ടല്ല എന്ന് ഊന്നി പറയാൻ വേണ്ടിയാണ് ഈ ഗുണപാഠം കൊണ്ടുവന്നിട്ടുള്ളത്. തേങ്ങ വീണിട്ടല്ല, നേരെ മറിച്ച് എന്തായിരിക്കും? ഈ ഗുണപാഠം പുതിയൊരു ഹാസ്യം കൊണ്ടുവരുന്നുണ്ട്. ഈ ഗുണപാഠം ദേവസിക്ക് അറിഞ്ഞൂടായിരുന്നു. ഈ ഗുണപാഠം ഓർക്കാത്തതിനാലാണ് ദേവസി മരിച്ചത്. അതാണ് തലയിൽ തേങ്ങ വീണാൽ ചിരിക്കരുത് എന്ന ഗുണപാഠം ഓർത്തില്ല.
അത് ഓർത്തിരുന്നെങ്കിൽ ദേവസി മരിക്കില്ല. കേട്ടോ. അപ്പോൾ മരണത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ മരണത്തെ വലിയൊരു ഫലിതമാക്കി കളയുകയാണ് ചെറിയാൻ ചെയ്യുന്നത്. മറ്റൊന്നുണ്ട്, നമ്മൾ ഈ പഞ്ചതന്ത്രം കഥകളിലൊക്കെ ഈ നമുക്കറിയാമല്ലോ, ഈ ഗുണപാഠം അതിനകത്തുണ്ട്. കാരണം എന്തെങ്കിലും പ്രയോജനം ലക്ഷ്യമാക്കിയാണ് ഈ കഥകളൊക്കെ. അപ്പോൾ ആ പ്രയോജനം ഗുണപാഠത്തിലൂടെ അവതരിപ്പിക്കും. അതാണ് പഞ്ചതന്ത്രം കഥയൊക്കെ ഒരു കഥ കഴിയുമ്പോൾ. അപ്പം അതിനെ കളിയാക്കുന്ന രീതിയുണ്ട്. ഈ സാഹിത്യം എന്ന് പറയുന്നത് പ്രയോജനം ലക്ഷ്യമാക്കി സാഹിത്യത്തെ സമീപിക്കുന്ന ഇത്തരം രീതികളെ പരിഹസിക്കുക എന്ന ലക്ഷ്യം കൂടി കവിക്കുണ്ട് എന്ന് തോന്നുന്നു. ഈ കവിതയെ മറ്റൊരു തരത്തിൽ കൂടി നോക്കിക്കാണാം. മറ്റൊരു തരത്തിൽ കൂടി തേങ്ങ വീഴുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ്. ദേവസ്യ മരിച്ചോ? ഇല്ല. ശരിക്കും മരിക്കുമോ അപകടം പിണയുമോ? ശ്രദ്ധിച്ചുത്തരം പറയേണ്ടതാണ്. തേങ്ങ വീണാൽ അപകടം ഉണ്ടാകും, ഉറപ്പായും മരിക്കാനാണ് സാധ്യത. മരിക്കാനാണ്, അപകടം ഉണ്ടാകുന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്നാൽ കവിതയിൽ ദേവസി മരിച്ചില്ല എന്ന് പറയുന്നു. അവിടെ നിൽക്കട്ടെ, ശ്രദ്ധിക്കുക, ശരിക്കും ശ്രദ്ധിക്കുക. ഈ കവിതയുടെ ഉള്ളു തികഞ്ഞു പോകാൻ നമ്മൾ വിഷാംശമുള്ള പച്ചക്കറി നമ്മൾ കഴിക്കുന്നു. അങ്ങനെ കഴിക്കുന്ന ആ ദിവസം നമ്മൾ മരിക്കുന്നുണ്ടോ? ഇല്ല. ഇനിയൊരു ചോദ്യം, ശരിക്കും മരിക്കുമല്ലേ? അപകടങ്ങളിലേക്ക് പോവുകയല്ലേ വിഷാംശമുള്ള പച്ചക്കറി കഴിക്കുമ്പോൾ? അവിടെ നമുക്ക് ഒരു ഉത്തരം കിട്ടുന്നു, അതേ. പക്ഷേ നമ്മൾ ഈ വിഷാംശമുള്ള പച്ചക്കറിയൊക്കെ കഴിച്ചിട്ട് സന്തോഷിച്ച് ജീവിക്കുകയാണ്. കവിതയിൽ ചിരിച്ചതുപോലെ നമ്മൾ ചിരിച്ച് ഈ ആപത്ത് തിരിച്ചറിയാതെ ചിരിച്ച് അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് ചിരി മാഞ്ഞു പോവുകയും നമ്മുടെ ജീവിതത്തിലേക്ക് മഹാരോഗം കടന്നു വരികയും ചെയ്യുന്നത്. ഈ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ കവിതയ്ക്കകത്തുണ്ട്. ശ്രദ്ധിച്ചോ? ഓർമ്മപ്പെടുത്തൽ. നിങ്ങൾ നോക്കുക, മുകളിൽ നിന്ന് താഴേക്കാണ് തേങ്ങ വന്ന് വീഴുന്നത്. ഇതൊക്കെ ആശയങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് വീഴുന്നു എന്നുകൂടി നമുക്ക് എടുക്കാം. ഇപ്പം നമ്മുടെ ജീവിതത്തിന് ഒരു ഉപകാരവും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വീഴും. വലിയ കമ്പനികൾ അവരുടെ ആശയങ്ങൾ പരസ്യങ്ങൾ വഴിയൊക്കെ പ്രലോഭനങ്ങൾ നമുക്ക് തരും. സോപ്പിൻ്റെ പരസ്യങ്ങൾ നമ്മളിങ്ങനെ കാണും അല്ലേ? പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മളത് പോയി വാങ്ങും. മുകളിൽ നിന്ന് താഴേക്കാണ് വൻകിട കമ്പനികൾ നമ്മുടെ ഉള്ളിലേക്ക് ആശയങ്ങൾ എറിഞ്ഞു തരികയാണ് പരസ്യങ്ങളിലൂടെ. എന്നിട്ട് ഈ ഭൂരിപക്ഷം സോപ്പുകളിലും സോപ്പിന് ആവശ്യമായ ഒരു ഘടകം ഉണ്ടാവില്ല എന്ന് പഠനങ്ങൾ നിരവധി വന്നു കഴിഞ്ഞു. എന്നാലും നമ്മുടെ നാട്ടിൻപുറത്തുള്ള സോപ്പ് നിർമ്മാണ സ്ഥലങ്ങളുണ്ടാവും. അവിടെ നിന്നും മേടിക്കാതെ ഈ പറയുന്ന വലിയ കമ്പനികളുടെ സോപ്പ് ഇട്ട് കുളിച്ചിട്ട് നമ്മളങ്ങ് സന്തോഷിക്കും. ഈ കവിതയിൽ ദേവസ്യ ചിരിച്ചതുപോലെ ആപത്തിലേക്കുള്ള പോക്കാണിത്. കാരണം നമ്മൾ കബളിപ്പിക്കപ്പെടുകയാണ്. കബളിപ്പിക്കപ്പെടുകയാണ്. ഈ സത്യം നമ്മൾ അറിയത്തേയില്ല. ഇതൊക്കെ നമുക്ക് ഈ കവിതയിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന ചില കാര്യങ്ങളാണ്. ഒരു ഉദാഹരണം കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൃത്യമാകും. നെൽപ്പാടം മണ്ണിട്ട് നികത്തിയാൽ എന്താ കുഴപ്പം വരുന്നത്? എന്ത് കുഴപ്പം വരാനാ എന്ന് പറഞ്ഞ് നികത്തിയിട്ട് നമ്മൾ ഫ്ലാറ്റ് വയ്ക്കും. എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കും. ചിരിച്ച് ജീവിക്കും. ചിരി മാഞ്ഞു പോകുമോ ആ ചിരി? ശരിക്കും അപ്പം തന്നെ നെൽപ്പാടം മണ്ണിട്ട് നികത്തിയപ്പോൾ തന്നെ നമ്മൾ മരിച്ചതാ. പക്ഷെ മരിച്ചെന്ന് അറിഞ്ഞില്ല, ദേവസ്യ അറിഞ്ഞില്ലല്ലോ. തേങ്ങ വീണപ്പോൾ മരിച്ചില്ലല്ലോ, ചിരിച്ചല്ലോ. അപ്പം നമ്മൾ ഫ്ലാറ്റൊക്കെ വെച്ച് ചിരിച്ച് സന്തോഷിച്ച് ജീവിക്കുമ്പം ചിരി മാഞ്ഞു പോകും. എപ്പോഴാണ് നമ്മളത് തിരിച്ചറിഞ്ഞത് ചിരി മാഞ്ഞു പോകുമെന്ന്? എന്തു വന്നപ്പോഴാണ്? പ്രളയം വന്നപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു അത് മരണത്തിലേക്ക് പോകുമെന്ന്. നോക്കൂ, ഇത്തരം വലിയ ഒരു ഉൾക്കാഴ്ച
ഈ കവിതയ്ക്കകത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. അതാണ് തേങ്ങ വീണപ്പോൾ ശരിക്കും മരിച്ചതാണ്. പക്ഷേ ഇത് നമ്മുടെ ഒരു പ്രശ്നമാണ്. നെൽപ്പാടം നികത്തിയപ്പോൾ തന്നെ നമ്മുടെ അടുത്തേക്ക് ഈ എന്താ സർവവിനാശം വന്നതാണ്. പക്ഷെ ഫ്ലാറ്റിലൊക്കെ അങ്ങ് സന്തോഷിച്ച് ജീവിച്ച് ചിരിച്ച് അവസാനം ചിരി മാഞ്ഞു പോവുകയും പ്രളയം വരികയും ചെയ്തു. ഇതാണ് ഈ കവിത അവതരിപ്പിക്കുന്ന ഇത്തരം ചില ഉൾക്കാഴ്ചകളിലേക്ക് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോഴാണ് ഈ കവിത ഒരു എന്താ ചെറിയ കവിതയാണെങ്കിലും അതിനകത്തൂടെ കടന്നു വരുന്ന വിശാലമായൊരു ബോധം, അതായത് ഭരണകൂടങ്ങളും അല്ലെങ്കിൽ വൻകിട കമ്പനികളുമൊക്കെ അവരുടെ ചില ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വാരി വിതറുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട്, സന്തോഷിച്ച് ജീവിച്ചു പോകുന്നു. പക്ഷെ ആശയങ്ങൾക്കിടയിലുണ്ടായിരുന്ന ആപത്തിനെ നമ്മൾ കാണാതെ പോകുന്നു. പിന്നീട് ആപത്ത് നമ്മുടെ അടുത്തേക്ക് വരുന്നു. ചിരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഒരു സങ്കല്പം ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി ഈ കവിതയുടെ ഭാഷയെക്കുറിച്ച് കൂടി സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഈ കവിത നോക്കൂ, അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കവിതയിലുള്ളത്, ഉറപ്പാണ്. എന്നാൽ ഭാഷയിൽ എന്തെങ്കിലും അത്ഭുതപ്പെടുത്തലുകളുടെ ഭാഷയുണ്ടോ? ആലങ്കാരിക ഭാഷയുണ്ടോ? ഉണ്ടോ? ഒരു ആലങ്കാരിക ഭാഷയും ഇല്ല ഇതിനകത്ത്. അതാണ് ഇതിൻ്റെ ഏറ്റവും രസം. വളരെ അതീവ ലളിതമായ ഒരു ഗദ്യമാണ് ഇതിനുള്ളത്. അതീവ ലളിതമായ ഗദ്യം, ഒരു നാട്ടുംപുറ ഗദ്യമാണ് ഉള്ളത്. ഒരു നാട്ടുംപുറ ഗദ്യം. ഇപ്പം സച്ചിദാനന്ദനൊക്കെ എഴുതുന്ന പോലെ ഭൂമി മുഴുവൻ പൂക്കൾ എൻ്റെ ഈ കൈക്കുടുന്നയിൽ എത്ര കൊള്ളും, ഭൂമി മുഴുവൻ നിലാവ് ഒരു പെണ്ണിൻ്റെ കണ്ണിൽ എത്ര കൊള്ളും. അങ്ങനെ അത്തരം ഒരു അക്കാദമികമായ നിലവാരപ്പെടുത്തിയ ഗദ്യമൊന്നുമല്ല. കടമനിട്ട ഒരു കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സതീശനോ അവനിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അമ്മാതിരിയുള്ള ഒരുതരം നാട്ടുംപുറ ഗദ്യത്തിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. ഇത് കവിതയാണ്, പക്ഷേ നിങ്ങൾ നോക്കുക, കവിത തുടങ്ങുന്ന നോക്കുക, അതിൻ്റെ രീതി എന്താണ് നോക്കുക. കവിതയാണേലും അതെന്തു പറയുന്ന രീതിയിലാണ്. കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ തെങ്ങിൻ ചോട്ടിലിരുന്ന് മുറുക്കുകയായിരുന്നു. പൊടുന്നനെ ഒരു പെരുന്തൻ തേങ്ങ ഞെടുപ്പറ്റ് താഴേക്ക് പോന്നു. എന്തിൻ്റെ രീതിയാണത്? കവിതയ്ക്കകത്തേക്ക് കഥ പറച്ചിലിൻ്റെ രീതി കടന്നു വരുന്നു. ഒരു സാഹിത്യ വ്യവഹാരത്തിൽ മറ്റൊരു സാഹിത്യ വ്യവഹാരത്തിൻ്റെ രീതി കടന്നു വരുന്നു. കഥ പറച്ചിലിൻ്റെ രീതി എത്രയോ കാലം മുമ്പ് ഈ പുതുമ ചെറിയാൻ പരീക്ഷിച്ചു ഇല്ലേ? കഥ പറച്ചിലിൻ്റെ രീതി കടന്നു വരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ചില ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, നാട്ടുംപുറത്തിൻ്റെ ചില ഉചിതമായ പ്രയോഗങ്ങൾ ഉണ്ട് ഇതിനകത്ത്. ഇപ്പം തേങ്ങ താഴേക്ക് വീണു എന്നാ പറയേണ്ടത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാ? തേങ്ങ താഴേക്ക് പോന്നു. പോന്നു എന്ന് പറയുമ്പോൾ വീണു എന്ന് പറഞ്ഞതും ഉള്ള വ്യത്യാസം നോക്കുക. നമ്മുടെ ഉള്ളിൽ ആ തേങ്ങ ഇങ്ങോട്ട് താഴോട്ട് പോരുന്നതിൻ്റെ ആ മൂവ്മെൻറ്റ്, ആ ചലനം ഉണ്ടല്ലോ, മുകളിൽ നിന്ന് താഴേക്കുള്ള, അത് നമ്മുടെ ഉള്ളിൽ കിട്ടും. ഇത്ര ഉചിതമായ, ഇത്ര ഭാവോചിതമായ പ്രയോഗമാണെന്ന് നോക്കൂ. അതുപോലെ തന്നെയാണ് ദേവസ്യയെ പറ്റി പറയുന്നുണ്ട്. ദേവസ്യ പിന്നിലേക്ക് വീണു എന്നല്ല പറയുന്നത്, ദേവസ്യ പിന്നിലേക്ക് മലർക്കേ എന്നാണ്. ആ മലർക്കേ എന്നുള്ള പ്രയോഗം നോക്കാം. നമ്മുടെ ഉള്ളിൽ കൃത്യമായിട്ടും ഈ ദേവസ്യയുടെ പിറകോട്ടുള്ള ആ വീടലുണ്ടല്ലോ, ആ പതുക്കനുള്ള വീടൽ, ആ അതിമനോഹരമായ വീടലുണ്ടല്ലോ, ഒന്നും പറ്റാത്ത നാരായണപിള്ളയുടെ നോട്ടവും ആ മലർക്കേ എന്നുള്ള പ്രയോഗത്തിൽ ഭാവോചിതമാക്കിയിരിക്കുന്നു. ഇത്തരം പ്രയോഗങ്ങൾ നിരവധി. അതുപോലെ തന്നെ നമ്മൾ നോക്കുക, ഈ ഇദ്ദേഹം തന്നിനാടൻ പ്രയോഗങ്ങൾ, അദ്ദേഹം ഈ തേങ്ങ ചെറുതല്ല എന്ന് കാണിക്കാൻ ഉപയോഗിച്ച വാക്കാണ് പെരുന്തൻ തേങ്ങ. പെരുന്തൻ തേങ്ങ, ഇതൊരു സുന്ദരമായ വാക്ക്. എന്തൊരു ആ വാക്കിനകത്ത് തന്നെ ആ തേങ്ങയുടെ വലിപ്പം നമുക്ക് കിട്ടും.
പെരുന്തൻ തേങ്ങ, തേങ്ങയുടെ വലിപ്പം കിട്ടും. പോന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഉയരവും കിട്ടും. തെങ്ങിൻ്റെ വെളിയിൽ നിന്ന് താഴോട്ട് പോന്നു. നോക്ക, ഇങ്ങനെ ഈ ഭാഷയ്ക്കകത്ത് അതിസൂക്ഷ്മം കൊളുത്തിപ്പിടിച്ചിരിക്കുന്ന ഈ നാടൻ പ്രയോഗങ്ങൾ, അതിലളിതമായ ദൈനംദിന ജീവിതത്തിൽ നിന്നെടുത്ത പ്രയോഗങ്ങൾ കൊണ്ട്, ഒട്ടും അലങ്കാര ഭദ്രമല്ലാത്ത ഒരു ഭാഷ കൊണ്ട് ഈ കവിത രൂപപ്പെടുത്തിയിരിക്കുന്നു ചെറിയാൻ കെ ചെറിയാൻ. പിന്നെ നമുക്കറിയാവുന്ന വേറൊരു വലിയൊരു കാര്യം, ഇതിൻ്റെ ഈ ആഖ്യാനത്തിനകത്ത് മുഴുവൻ ഒരു ദൃശ്യാത്മകത നിറഞ്ഞു നിൽപ്പുണ്ട്. ഒരു ടെലിഫിലിം കാണുന്നത് പോലെയാണ് നമുക്ക് ഈ കവിത അനുഭവപ്പെടുന്നത്. ഒരു ദൃശ്യഭാഷയുടെ സമർത്ഥമായ വിനിയോഗം ഈ കവിതയിലുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത, യേശുവിലാണൻ വിശ്വാസം, അങ്ങനെയാണ് കവിത തുടങ്ങുന്നത്. കവിത തീരുന്ന അടുത്ത വരി തീരും, കീശയിലാണൻ ആശ്വാസം. ആദ്യത്തെ വരിയിൽ ഹാസ്യമുണ്ടോ? ഇല്ല. രണ്ടാമത്തെ വരി, അവസാനത്തെ വരി അല്ലേ, ഹാസ്യമുണ്ട്. അല്ല, ഫൈനൽ ട്വിസ്റ്റിലാണ് ഹാസ്യം. ഈ ഹാസ്യാവതരണ രീതിക്ക് നമ്മൾ പറയുന്നത് എപ്പിഗ്രാം എന്നാണ് പറയുക. എപ്പിഗ്രാം. തേങ്ങ എന്ന കവിത എടുത്ത് നോക്കൂ. ശരിക്കും തുടക്കത്തിലൊന്നുമല്ല ഹാസ്യം വരുന്നത്, അവസാനത്തെ ട്വിസ്റ്റിലാണ് നമ്മൾ ചിരിക്കുന്നത് അല്ലേ. ആ ചിരിച്ച് മരിച്ചു എന്നറിയുമ്പോഴാണ്. അപ്പം ഈ എപ്പിഗ്രാം, അതായത് ഫൈനൽ ട്വിസ്റ്റിൽ, നമ്മൾ അവസാനത്തെ ട്വിസ്റ്റിലാണ് തേങ്ങയിൽ നമുക്ക് ശരിക്കും ഹാസ്യം ഉണ്ടാവുന്നത്. നേരത്തെ കുഞ്ഞുണ്ണി മാഷിൻ്റെ അങ്ങനെ ആയിരുന്നു, യേശുവിലാണൻ വിശ്വാസം, അതിലൊന്നും ഒരു ഹാസ്യമില്ല. പക്ഷെ കീശയിലാണൻ ആശ്വാസം, അവിടെയാണ് അതിൻ്റെ തമാശ കടന്നു വരുന്നത്, അതിൻ്റെ ഹാസ്യം കടന്നു വരുന്നത്, ചിരി കടന്നു വരുന്നത്. അപ്പം ഫൈനൽ ട്വിസ്റ്റിൽ ഹാസ്യം വരുന്നു. ആ അവതരണ രീതിക്ക് നമ്മൾ എപ്പിഗ്രാം എന്ന് പറയുന്നു. തേങ്ങയെ നമുക്ക് എപ്പിഗ്രാം എന്ന ഹാസ്യ വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് തേങ്ങയുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. ഓക്കെ.